അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഖുർആൻ വളരെയേറെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഗ്രന്ഥമാണ്. വീടിൻ്റെ ഏതോ ഒരു മൂലയിൽ അവഗണിക്കപ്പെട്ട് ആരാലും പാരായണം ചെയ്യപ്പെടാതെ പൊടി പിടിച്ച് കേവലം കാഴ്ച വസ്തു മാത്രമാകുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ ഉമിനീര് തൊട്ട കൈകൊണ്ട് വിരലുകൊണ്ട് പേജുകൾ മറിക്കാൻ പാടില്ല, ഹറാമാണ്. ഇനി ഖുർആനിൽ അടയാളം വെക്കുമ്പോൾ ഖുർആനിൻ്റെ അക്ഷരം തട്ടാത്ത വിധം വേണം അടയാളം വെക്കുവാൻ. അത് ചെറിയ പേപ്പറുകൾ വെക്കാവുന്നതാണ്, മുസ്ഹഫിലെ തന്നെ ചരട് വെക്കാവുന്നതാണ്. പക്ഷേ അക്ഷരങ്ങളിൽ മുട്ടാൻ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ഹഫിൻ്റെ മഹത്വത്തിന് കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ മുസ്ഹഫിൽ ചെയ്യാൻ പാടില്ല. മുസ്ഹഫിൽ പേരെഴുതൽ, ഖുർആൻ പഠനം തുടങ്ങിയ ഡേറ്റ്, പാരായണം തുടങ്ങിയ ഡേറ്റ് രേഖപ്പെടുത്തൽ, ഓരോ ദിവസവും ഓതുന്ന ജുസ്അ് അടയാളപ്പെടുത്തൽ, ഇതെല്ലാം ഖുർആനിനോട് കാണിക്കുന്ന അപമര്യാദയാണ്, അദബുകേടാണ്. മാത്രമല്ല ആയത്തുകൾക്ക് അടിവരയിടൽ അല്ലെങ്കിൽ ആയത്തുകളുടെ അവസാനം അടയാളം വരച്ചിടൽ, ഓതിയ ഭാഗം തിരിച്ചറിയാൻ വേണ്ടി ഖുർആനിൻ്റെ പേജ് മടക്കൽ, ഇതെല്ലാം വലിയ വലിയ ആപത്തുകളെ വിളിച്ചു വരുത്തുന്ന അപകടകരമായ പ്രവണതകളാണ്. നാം ഓതുന്ന ഖുർആനിൽ ഒരു തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യണം? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, മറ്റൊരാളുടെ ഖുർആനാണെങ്കിൽ, മുസ്ഹഫാണെങ്കിൽ തെറ്റു കണ്ടാൽ അയാളുടെ സമ്മതമില്ലാതെ തിരുത്താൻ പാടില്ല. ഇനി സ്വന്തം മുസ്ഹഫിലാണ് തെറ്റ് കണ്ടത്, അല്ലെങ്കിൽ അന്യൻ്റെ മുസ്ഹഫാണെങ്കിലും തിരുത്താൻ അയാൾക്ക് തൃപ്തിയാണ് എങ്കിൽ മുസ്ഹഫിന് അഭംഗി വരാത്ത വിധമാണ് അത് ശരിയാക്കേണ്ടത്. അഥവാ നന്നായി എഴുതാനറിയുന്ന ഒരാളെ കൊണ്ട് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വേണം ആ തെറ്റ് തിരുത്താൻ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. നാണയം, കറൻസി നോട്ട് മുതലായ സാധനങ്ങളൊന്നും ഖുർആനിൽ വെക്കാൻ പാടില്ല. ഖുർആൻ വെക്കാൻ വൃത്തിയും ഭംഗിയുമുള്ള ഒരു സ്ഥലം വേണം. സാധാരണ പുസ്തകക്കൂട്ടങ്ങൾക്കിടയിൽ വെക്കാതെ പ്രത്യേകമായ ഒരിടത്തിൽ ഖുർആനിനെ വെക്കണം. സുഗന്ധം പൂശേണ്ടതാണ്, ദിവസവും പാരായണം ചെയ്യേണ്ടതാണ്. ഖുർആനിനെ ആദരിക്കാൻ സന്താനങ്ങളെ, കുടുംബാംഗങ്ങളെ നാം പരിശീലിപ്പിക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്. ചില വീടുകളിൽ ടെലിവിഷൻ പോലെയുള്ള അനാവശ്യ വസ്തുക്കൾക്ക് വേണ്ടി മാത്രം വിശാലമായ നിർമ്മിതികളും ഇടങ്ങളും തയ്യാറാക്കുമ്പോൾ ഖുർആൻ എവിടെയെന്നന്വേഷിച്ചാൽ ഏതോ മുക്കുമൂലകളിൽ പോയി തിരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന വളരെ ദുഃഖകരമായ ഒരവസ്ഥ കാണപ്പെടുന്നുണ്ട്. നല്ലവരായ മുഅ്മിനീങ്ങൾ അത്തരം ബറക്കത്ത് കെട്ട അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കുക.